ഇപ്പോൾ കൊല്ലപ്പെട്ട ഈ 11 പേരിൽ 6 പേരും കുട്ടികളാണ്. അപ്പം അത്രയും കൃത്യമായിട്ട് ഇത് സാധാരണക്കാർ സഞ്ചരിക്കുന്ന വാഹനമാണ് എന്നൊക്കെ ബോധ്യമുണ്ടായിട്ട് പോലും ഒരു ആക്രമണം നടത്തുന്നതിൻ്റെ ലക്ഷ്യം തങ്ങളുടെ ആ വംശഹത്യാ പദ്ധതി ഈ വെടിനിർത്തൽ ഘട്ടത്തിലും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇസ്രായേലിൻ്റെ ഒരു താല്പര്യം തന്നെയാണ്. പിന്നിട്ട 2 വർഷങ്ങളായി തുടരുന്ന ഹത്യ വീണ്ടും പല നിലക്കാണ് ഇതിപ്പം മുന്നോട്ട് പോകുന്നത്. കാരണം ഈ വെടിനിർത്തൽ കരാറിൽ തന്നെ രേഖപ്പെടുത്തിയ പ്രകാരം വളരെ പെട്ടെന്ന് വിലക്കുകളില്ലാതെ സഹായ വസ്തുക്കൾ ഗസയിൽ എത്തിക്കണമെന്ന നിർദ്ദേശമുണ്ട്. അത് രേഖപ്പെടുത്തിയ കാര്യമാണ്. ഭക്ഷണം എത്തിക്കുക, ഇല്ലെങ്കിൽ നമുക്കറിയാം മരുന്നുകൾ, വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥ, ഏത് അവസ്ഥയിലാണ് അവരുണ്ടായിരുന്നത് എന്നത് നമുക്കറിയാം. റഫ അതിർത്തി തുറക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴും ആ ഭക്ഷ്യക്ഷാമം രൂക്ഷമാണ്. ഈ അതിർത്തിയിലേക്ക് ആയിരക്കണക്കിന് ട്രക്കുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പക്ഷെ അതിൽ ചിലത് മാത്രമാണ് തുറന്നുകൊടുത്തത് ഇസ്രായേൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഏറ്റവും ആദ്യത്തെ ആവശ്യം അത് എന്നിരിക്കെ ഇപ്പോഴും ആ ക്രൂരത, ഈ ഭക്ഷണം പോലും വെള്ളം പോലും കൊടുക്കാതിരിക്കുന്ന ക്രൂരത തുടർന്നാൽ അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളതാണ്. പട്ടിണി കാരണം ഏതാണ്ട് 500ഓളം ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായൊരു സ്ഥലത്തേക്കാണ് ഇപ്പോഴും ആ ക്രൂരത തുടരുന്നത്. അന്താരാഷ്ട്ര സമൂഹം അതിൽ എങ്ങനെ ഇടപെടുന്നുണ്ട് നിലവിൽ? ഇതിൽ നേരത്തെ തന്നെ ഈ വെടിനിർത്തൽ കരാറിൽ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം, ദിനംപ്രതി 600 ട്രക്കുകളെങ്കിലും അനുവദിക്കേണ്ടതുണ്ട് എന്നാണ്. ആ 600 ട്രക്കുകൾക്ക് പകരം ഇപ്പോൾ വളരെ 300-200 ട്രക്കുകൾ മാത്രം, അതും കരീം ഷാലോം അതിർത്തി മുഖേന മാത്രമാണ് അയക്കുന്നത്. അതിൽ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളോ പിന്നെ ഈ ഭക്ഷ്യവസ്തുക്കൾക്ക് അപ്പുറത്തേക്കുള്ള ഈ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും, വെള്ളവും മരുന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതൊക്കെയും ഇപ്പോൾ പോലും അതിശക്തമായിട്ടുള്ള നിയന്ത്രണം ഇസ്രായേൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. UN ഏജൻസികൾ പോലും അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. തങ്ങൾക്ക് യാതൊരു നിലക്കുള്ള അനുമതിയും ലഭിക്കുന്നില്ല. ഈ ഭക്ഷ്യവസ്തുക്കളും മരുന്നും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും താൽക്കാലിക ടെന്റുകൾ ഉൾപ്പെടെ എത്രയും പെട്ടെന്ന് ഗസയിലേക്ക് എത്തിച്ചിട്ടില്ല എങ്കിൽ ഈ സ്ഥിതി കൂടുതൽ ഗുരുതരമായിട്ട് മാറും. കാരണം ഈ നോർത്ത് വടക്കൻ ഗസയിലേക്ക് പലായനം ചെയ്ത് മാറിയിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അവരിലേക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് സൗകര്യങ്ങളും എത്തിക്കണമെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു പദ്ധതി ഉണ്ടാകേണ്ടതുണ്ട്. ഈ റഫ അതിർത്തി തുറന്നെങ്കിൽ മാത്രമേ ഇത്രയും കൂടുതൽ ട്രക്കുകൾ അങ്ങോട്ട് വരികാനും ഈ ഭക്ഷ്യവസ്തുക്കളും മറ്റ് സഹായങ്ങളും കുറ്റമറ്റ രീതിയിൽ വിതരണം ചെയ്യാനും സാധിക്കുകയുള്ളൂ. പക്ഷെ അതിനുള്ള നീക്കങ്ങൾ അത് ഏതൊക്കെ രീതിയിൽ ഇടപെട്ട് തടയാൻ പറ്റുമെന്നാണ് നെതന്യാഹുവും പിന്നെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരും ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈജിപ്തും മധ്യസ്ഥ രാജ്യങ്ങളും നടത്തിയ റഫ അതിർത്തി നാളെ തുറക്കുമെന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു ആയിരങ്ങൾ കാത്തിരുന്നത്. പക്ഷേ അല്പം മുമ്പാണ് നെതന്യാഹു അക്കാര്യം അറിയിച്ചിരിക്കുന്നത്. തൽക്കാലം അതിർത്തി തുറക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് ബന്ധപ്പെട്ടവരെ താൻ അറിയിച്ചത് എന്ന് നെതന്യാഹു പറയുമ്പോൾ ഈ സേവനം ലഭ്യമാകേണ്ട ഒരു സാഹചര്യത്തിൽ അത് നൽകാൻ പോലും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ കരാർ എന്നത് എത്ര കാലം ഈ സ്വഭാവത്തിൽ മുന്നോട്ട് പോകുമെന്നത് സംബന്ധിച്ച കൂടുതൽ ആശങ്കയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. മാത്രവുമല്ല, ഇനി അറിയേണ്ടത്, അതായത് ഹമാസിനെ നിരായുധീകരിക്കുക, ഇല്ലെങ്കിൽ ആ നിരായുധീകരണ പദ്ധതി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആലോചനകൾ നടക്കുന്നുണ്ട്? ഹമാസ് ഏത് തരത്തിലാണ് അതിനോട് പ്രതികരിക്കുന്നത്? ഇതിന് ഈ വെടിനിർത്തൽ കരാറിന്റെ 20 പദ്ധതി ട്രംപ് മുന്നോട്ട് വെച്ചു. അതിന്റെ ആദ്യഘട്ടം മാത്രമാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാറായി. അതുപോലും നിരന്തരമായിട്ട് ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം. ഇനിയുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടങ്ങൾ യുദ്ധാനന്തര ഗസയുടെ ഭാവി, ബദൽ ഭരണ സംവിധാനം, അതോടൊപ്പം തന്നെ പുനർനിർമ്മാണം, പിന്നെ ഏറ്റവും അവസാനമായിട്ട് വരുന്ന ഗസയിലെ ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള അത്തരം ഘട്ടങ്ങളിലേക്ക് ചർച്ച പോകുന്ന ഒരു സാഹചര്യം പോലും ഏതൊക്കെ രൂപത്തിൽ തങ്ങൾ ഇടപെട്ടുകൊണ്ട് അത് ലംഘിക്കാനും അത്തരം ഒരു സാധ്യതയെ, ഒരു പ്രതീക്ഷയെ അട്ടിമറിക്കാൻ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ നേതൃത്വം നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ആ അർത്ഥത്തിലാണ് കാര്യങ്ങൾ നീക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട് ഹമാസ് നേരത്തെ തന്നെ കൈക്കൊണ്ട നിലപാടുണ്ട്. ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം നിലവിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആയുധങ്ങൾ അവർക്ക് കൈമാറുകയും അത്തരമൊരു സമിതി പിന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നാണ് ഹമാസിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട്. അതല്ലാതെ ആയുധങ്ങൾ നിലവിലുള്ള ഏതെങ്കിലും ഒരു വിദേശ സൈന്യത്തിനോ സേനക്കോ ഇത് കൈമാറുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഗസയിലേക്ക് വിദേശ സൈനിക സാന്നിധ്യമോ മറ്റേതെങ്കിലും രാഷ്ട്രങ്ങളുടെ സാന്നിധ്യമോ തങ്ങൾ അംഗീകരിക്കുകയില്ല എന്നുകൂടി ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിരായുധീകരണം വരണമെങ്കിൽ ഈ ഒരു സ്വതന്ത്ര ഫലസ്തീനികളുടേതായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഈ സ്വതന്ത്രമായിട്ട് വരേണ്ടതുണ്ട്. ആ ഒരു സ്വതന്ത്ര ഫലസ്തീൻ സ്റ്റേറ്റിനോട് ലോകരാജ്യങ്ങൾ 145ഓളം രാജ്യങ്ങൾ അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ പ്രയോഗതലത്തിൽ ഇത് വരുന്നതിനെ എല്ലാ അർത്ഥത്തിലും അട്ടിമറിക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കം ഇസ്രായേൽ തുടരുന്നൊരു ഘട്ടത്തിൽ നിരായുധീകരണം എന്നതിനോട് തങ്ങൾക്ക് ആ അർത്ഥത്തിൽ പ്രതികരിക്കുക ബുദ്ധിമുട്ടായിരിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേന ഹമാസ് നൽകിക്കൊണ്ടിരിക്കുന്നതും. ധന്യ
സെംസി, ഇതിൽ മറ്റൊരു സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗസയ്ക്ക് കൈമാറിയ മൃതദേഹങ്ങൾ, അത് ഒരുപാട് മൃതദേഹങ്ങളിൽ വലിയ ക്രൂരത നേരിട്ടതിന്റെ തെളിവുകളുണ്ട്. തിരിച്ചറിയാൻ പോലും സാധിക്കാതെ നമ്പറുകളിട്ടാണ് ഇത് കൈമാറിയിരിക്കുന്നത് എന്നറിയുന്നു. അത് കൂടുതൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് അത് കാണുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതിന്റെ വിവരങ്ങൾ കൂടി അതിൽ ഇസ്രായേൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇതിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 135 മൃതദേഹങ്ങളാണ്, 360-ൽ 135 മൃതദേഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇസ്രായേൽ കൈമാറിയിരിക്കുന്നത്. ഇതിൽ എല്ലാ മൃതദേഹങ്ങളും അതിക്രൂരമായിട്ടുള്ള പീഡനത്തിന് വിധേയമായിട്ടാണ് തങ്ങൾക്ക് ലഭ്യമായതെന്നാണ് ഫോറൻസിക് വിഭാഗം ഗസയിൽ നിന്ന് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പരിശോധനയിൽ അതിക്രൂരമായിട്ടുള്ള, കാരണം ആസൂത്രിതമായിട്ടുള്ള കൊലപ്പെടുത്തൽ തന്നെയാണ് ഈ മൃതദേഹങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. സാധാരണമായി പിടിച്ചുകൊണ്ടുപോയ മനുഷ്യരെയാണ് ഇവിധം ക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയും അവരുടെ മൃതദേഹങ്ങൾക്ക് മുകളിലൂടെ പോലും ട്രക്കുകൾ ഓടിച്ചു കയറ്റിയതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവുകളും ഈ പരിശോധനയിലൂടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം തിരിച്ചറിയുക എന്ന ആ ഒരു പ്രക്രിയ പോലും വലിയ സങ്കീർണമായിട്ട് മാറുകയാണ്. വളരെ ചുരുക്കം മൃതദേഹങ്ങൾ മാത്രമാണ് തിരിച്ചറിഞ്ഞത്. അതിൽ ഏതാനും മൃതദേഹങ്ങൾ ഇന്ന് ഗസയിൽ ആയിരങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ അവർ സംസ്കരിക്കുകയും ചെയ്തു. ഇനി